5-6 വയസ്സാകുമ്പോൾ തന്നെ മക്കൾക്ക് പാൽപ്പല്ല് പോയിട്ട് പുതിയ പല്ല് വന്നില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും പല്ല് പോണ സമയം ആയില്ലേ. ഇനി പല്ല് വന്നിട്ടുണ്ടെങ്കിലോ പഴയ പാൽപ്പല്ല് പറിച്ചു കളയേണ്ട കാര്യമുണ്ടോ? അത് തനിയെ വീണ് പോകത്തില്ലേ? മക്കളല്ലേ, പല്ല് പറിക്കുകയൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ. ഈ പഴയ പാൽപ്പല്ല് പറിച്ചു കളയേണ്ട കാര്യമുണ്ടോ? പൊന്തി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മുളച്ച് നിൽക്കുമ്പോൾ അത് തനിയെ മുമ്പിലത്തെ പല്ല് വീണ ശേഷം പിന്നെ കുഴപ്പമില്ലാതിരിക്കത്തില്ലേ? അങ്ങനെ പറിച്ചു കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറിച്ചു കളയേണ്ട കാര്യമുണ്ട്. അങ്ങനെ പഴയ പല്ല് പോകാതെ പുറകിൽ പാൽപ്പല്ലിന് പുറകിൽ പുതിയ പല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് പറിച്ച് കളയുന്നതാണ് നല്ലത്. എൻ്റെ അനന്തരവനാണ്, അവൻ്റെ ആദ്യത്തെ പല്ല് പറിക്കാൻ കൊണ്ടുവന്നതാണ്. ഡോക്ടർക്ക് ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട്, പല്ല് പറിക്കുന്നതിനൊപ്പം ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒരു ലെറ്ററൊക്കെ എഴുതി ചോദിച്ച ശേഷമാണ് ആശാൻ എന്നെ കാണാൻ വന്നത്. ഞങ്ങൾ നേരെ കുട്ടികളുടെ ഡെൻറ്റിസ്റ്റിനെ അടുത്ത് പോയി. ഡോക്ടർ കാർത്തിക ആയിരുന്നു. ഡോക്ടർ കാർത്തിക വിശദമായി പറഞ്ഞു, പല്ല് പറിച്ചില്ലെങ്കിൽ അവിടെ സ്പേസ് ഉണ്ടാവത്തില്ല, പിന്നെ പല്ല് നേരെ തെറ്റിയായിരിക്കും വളരുക. അപ്പോൾ ആ ഇറപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഭാവിയിൽ ഇങ്ങനെ വളർന്നിരിക്കുക എന്നുള്ള അഭംഗിയാവില്ല, പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് അങ്ങനെ മുളച്ച് പൊന്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പറിച്ച് കളയുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇങ്ങനെ മുളച്ച് പുറകിൽ പൊന്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പഴയ പല്ല് പറിച്ച് കളയണം, എന്നാലേ ആ സ്പേസ് ഉണ്ടാവുള്ളൂ പല്ല് വളരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു വലിയൊരു കാര്യമല്ലേ. നേരത്തെ തന്നെ ശരിയായ കാര്യങ്ങൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുകയാണ്